morning my dear students, how are you all? Once again welcome back to our online class. आज की क्लास में हम पढ़ेंगे एक नया चैप्टर खान पान की बदलती तस्वीर। खान पान की बदलती तस्वीर नामक निबंध आज के क्लास में हम पढ़ेंगे चैप्टर 14 खान पान की बदलती तस्वीर। അതായത് നമ്മുടെ ഭക്ഷണ രീതിയുടെ മാറുന്ന ചിത്രം, തസ്വീർ ചിത്രം, ഖാൻ പാൻ ഭക്ഷണ രീതി, അതായത് കഴിക്കുക കുടിക്കുക, അതിൻ്റെ മാറുന്നൊരു ചിത്രം. ശരിയാണ്. ഇപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി സിസ്റ്റം തന്നെ ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ്. ഫാസ്റ്റ് ഫുഡ്, പിന്നെ അറബിക് ഫുഡ്, പിന്നെ വെസ്റ്റേൺ ഫുഡ്, അങ്ങനെ പല രീതിയിൽ നമ്മുടെ പരമ്പരാഗതമായ ഭക്ഷണ രീതിക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വി ക്യാൻ മൂവ് ടു ചാപ്റ്റർ. ആർ യു റെഡി? पिछले 10-15 वर्षों में हमारी खान पान की संस्कृति में एक बड़ा बदलाव आया है. पिछले 10-15 वर्षों में കഴിഞ്ഞ ഏകദേശം 10-12 വർഷത്തിനിടയ്ക്ക് ഹമാരി ഖാൻ പാൻ കി സംസ്കൃതി, നമ്മുടെ ഭക്ഷണ സംസ്കാരം, സംസ്കൃതി സംസ്കാരം കൾച്ചർ, നമ്മുടെ ഭക്ഷണ സംസ്കാരം एक बड़ा बदलाव आया है, ഒരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു 10-12 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന്. ഇഡലി, ദോശ, വട, സാമ്പാർ, രസം अब केवल दक्षिण भारत तक सीमित नहीं है. ഇഡലി, ദോശയും സാമ്പാറും രസവും ഒക്കെ ദക്ഷിണ ഭാരതത്തിൻ്റെ തനത് ഭക്ഷണ ശൈലി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അത് ദക്ഷിണ ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന്. ഇപ്പോൾ അത് ദക്ഷിണ ഭാരതത്തിൽ മാത്രമല്ല അങ്ങനെയുള്ള ഭക്ഷണം കിട്ടുന്നത്. ये उत्तर भारत के भी हर शहर में उपलब्ध है. ഇത് ഉത്തർ ഭാരതിക്ക്, നോർത്ത് ഇന്ത്യയിലെ ഓരോ പട്ടണത്തിലും ലഭിക്കുന്നു. ഉപലബ്ധ മീൻസ് ലഭ്യം. और अब तो उत्तर भारत की ढाबा संस्कृति लगभग पूरे देश में फैल चुकी है. അതുപോലെ ഉത്തര ഭാരതത്തിന് ധാബ സംസ്കാരം, ഭക്ഷണ രീതി, പഞ്ചാബി ധാബ, ഗുജറാത്തി ധാബ എന്നൊക്കെ പറയും. ആ ധാബ സംസ്കൃതി ഇപ്പോൾ ഉത്തര ഭാരതത്തിൽ മാത്രമല്ല ദക്ഷിണ ഭാരതത്തിലും വളരെയധികം പ്രചലിതമായിക്കൊണ്ടിരിക്കുകയാണ്. अब आप कहीं भी हो, उत्तर भारतीय रोटी, दाल, साग आपके मिला ही जाएंगे. താങ്കളിപ്പോൾ എവിടെയാണെങ്കിലും, ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് ഇന്ത്യയിൽ എവിടെ ആയിക്കൊള്ളട്ടെ, ഉത്തര ഭാരതത്തിൻ്റെ തനത് സംസ്കാരം ഭക്ഷണ രീതിയായ റോട്ടി, ദാല്, സാഗ്, ചപ്പാത്തി, പരിപ്പ്, വെജിറ്റബിൾസ്, അത് എവിടെ നിന്നും ഇപ്പോൾ ലഭ്യമാണ്. ഫാസ്റ്റ് ഫുഡ്, തുരന്ത് ഭോജൻ, ഫാസ്റ്റ് ഫുഡ് മീൻസ് തുരന്ത് ഭോജൻ കാ ചലൻ ഭി ബഡേ ശഹരോं में खूब बड़ा है. വലിയ പട്ടണങ്ങളിലൊക്കെ അത് വളരെ സ്പീഡിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാസ്റ്റ് ഫുഡ് കൾച്ചർ. ഈസ് ഫാസ്റ്റ് ഫുഡ് में ബർഗർ, നൂഡിൽസ് ജैसे कई चीज़ें शामिल है. ഇതിലെന്തൊക്കെയാണ് ഫാസ്റ്റ് ഫുഡ്? ബർഗർ, പിസ്സ, നൂഡിൽസ്, അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് ഇപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ളത് അടങ്ങിയതാണ് ഫാസ്റ്റ് ഫുഡ് സംസ്കാരമെന്ന്. एक ज़माने में कुछ ही लोग तक सीमित चाइनीज़ नूडल्स अब संभवतः किसी के लिए अजनबी नहीं रहे. ചൈനീസ് നൂഡിൽസ് ഇപ്പോൾ ലഭിക്കാത്ത ഇടം തന്നെ ഇല്ല എന്ന്. വളരെ റെയറായി ലഭിച്ചുകൊണ്ടിരുന്ന ചൈനീസ് നൂഡിൽസ് ഇപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും നോക്കിയാൽ ചൈനീസ് നൂഡിൽസ് ബോർഡ് കാണാമല്ലേ, ചൈനീസ് നൂഡിൽസ് എന്ന് പറയും. അത് എവിടെ നിന്നും ലഭ്യമാണ്. 2 मिनट्स नूडल्स के पैकेटबंद रूप से कम बच्चे बूटे सभी പരിചിത हो चुके हैं. പരസ്യം എന്താണ്? 2 മിനിറ്റ് നൂഡിൽസ്, മാഗി അല്ലേ? അതിൻ്റെ ആ പാക്കറ്റ് 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് റെഡി. ആ പാക്കറ്റിൻ്റെ അതിന് കുട്ടികളും വൃദ്ധരും എല്ലാവർക്കും അതിന് പരിചിതമാണ്. കൊച്ചുകുട്ടികൾ മാത്രമല്ല വൃദ്ധരായവർക്കും അതിന് വളരെ ഫെമിലിയർ ആയിരിക്കുകയാണ് 2 മിനിറ്റ്സ് നൂഡിൽസ്. इसी तरह नमकीन के कई स्थानीय प्रकार अभी तक भले मौजूद है, लेकिन आलू चिप्स के कई विज्ञापित रूप तेजी से घर घर में अपनी जगह बनाते जा रहे हैं. അതുപോലെ പാക്കറ്റ് ഫുഡ് എന്തൊക്കെയാണ്? ഈ ചിപ്സിൻ്റെ
പിന്നെ ആലു ചിപ്സ്, ആലു മീൻസ് പൊട്ടറ്റോ ചിപ്സിൻ്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങൾ, അതായത് മെക്സിക്കൻ കാണാം, സോൾട്ടി കാണാം, അൺസോൾട്ടി, അങ്ങനെ പല തരത്തിലുള്ള ആലു ചിപ്സ് വീടാന്തരം ഉണ്ടാക്കാൻ അത് ലഭ്യമാകാൻ ഇപ്പോൾ വളരെ ഈസിയാണ്. പാക്കറ്റിലെ ലേസ് അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ആലു ചിപ്സ്, പൊട്ടറ്റോ ചിപ്സ് വിവിധ തരത്തിൽ ലഭിക്കുന്നതാണ്. गुजराती ढोकला गाड़ियाँ भी अब देश के कई हिस्सों में स्वाद लेकर खाए जाते हैं और बंगाली मिठाइयों की केवल रसभरी चर्चा हो नहीं होती, वे कई शहरों में पहले की तुलना में अधिक उपलब्ध है. ഗുജറാത്തി ഭക്ഷണ സംസ്കാരം, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾക്ക് വളരെ ഫേമസ് ആണ്. അപ്പോൾ രസ്മലായി ഇതെല്ലാം ബംഗാളിൻ്റെ തനത് മധുര പലഹാരങ്ങളുമെല്ലാം ഇപ്പോൾ എല്ലായിടത്തും, എവിടെ ബംഗാൾ മാത്രമല്ല എവിടെ നിന്നും ലഭ്യമാണ് എന്ന്. यानी स्थानीय व्यंजनों के साथ अब अन्य प्रदेशों के व्यंजन पकवान भी प्रायः हर क्षेत्र भी मिलते हैं और मध्यवर्गीय जीवन में भोजन विविधता अपनी जगह बना चुकी है. മിഡിൽ ക്ലാസ് ആയിക്കൊള്ളട്ടെ, ഹൈ ക്ലാസ് ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിൽ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവർക്കും തനതായ ഈ ഭക്ഷണ രീതി അതെല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലായി ഇപ്പോഴത്തെ ഭക്ഷണ സംസ്കാരമെന്ന്. കുച്ച് ചീസ് ഔർ ബി ഹുയി ഹേ, मसलन अंग्रेजी राज तक के जो ब्रेड केवल साहबी ठिकानों तक सीमित थी. അതുപോലെ തന്നെ ബ്രെഡ് ജാം അല്ലെങ്കിൽ ബ്രെഡ് ചീസ് ഇതൊക്കെ ഇംഗ്ലീഷുകാരുടെ, അതായത് യൂറോപ്യൻസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ഹൈ ക്ലാസ് സൊസൈറ്റിയുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഏത് ടൗണിലും, കസ്ബ മീൻസ് ടൗൺ അല്ലെങ്കിൽ തെരുവ്, അവിടെ എല്ലായിടത്തും അത് എത്തിച്ചേർന്നിരിക്കുന്നു. और नाश्ते के रूप में लाखों घरों भारतीय घरों में सेंगी तली जा रही है. ഇപ്പോൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭാരതീയ വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമും എന്ന രീതിയിലോട്ട് വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. खान पान की इस बदली हुई संस्कृति से सबसे अधिक प्रभावित नई पीढ़ी हुई है. ഇത് ഈ മാറിയിരിക്കുന്ന ഈ ഭക്ഷണ സംസ്കാരം അത് ഏറ്റവും കൂടുതൽ അത് ഫോളോ ചെയ്യുന്നത് ആരാണ്? നൈ പീഡി, യുവാക്കൾ, യുവതലമുറയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ അത് കഴിക്കാനും പോകുന്നതും അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ യുവതലമുറകളാണ്. ജോ പഹ്ലേക്ക് സ്ഥാനീയ വ്യഞ്ജനം കെ ബാരമേ ബഹുത് കം ജാൻതി, അവർക്ക് പഴയ രീതിയിലുള്ള ഭക്ഷണ രീതിയെക്കുറിച്ചൊക്കെ വളരെ കുറച്ച് മാത്രമേ അറിയുമുള്ളൂ. പർ കൈ നൈ വ്യഞ്ജനോം കെ ബാരമേ ബഹുത് കുച്ച് ജാൻതി ഹെ, പക്ഷേ ഇപ്പോൾ പുതിയ സിസ്റ്റത്തിലുള്ളതാണ്. അതായത് പഴയ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ലായിരിക്കാം, ഇല്ലേ? ചേമ്പ്, കാച്ചിൽ, ചേന എന്നൊക്കെ ചോദിച്ചാൽ എന്താന്ന് പോലും അറിയാൻ മേലാത്തവരായിരിക്കും ഇപ്പോഴത്തെ യുവതലമുറ എന്ന്. പക്ഷേ ഈ പുതിയ ഭക്ഷണ സംസ്കാര രീതിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ വളരെ മിടുക്കരാണ്. സ്ഥാനീയ വ്യഞ്ജനം भी तो अब घटकर कुछ ही चीज़ों तक सीमित रह गए. बम्बई की पाव भाजी और दिल्ली के छोले कुलचे की दुनिया पहले की तुलना में बड़ी ज़रूर है. മുംബൈയിലെ പാവ് ഭാജിയും ഡൽഹിയിലെ കുൽച്ചയും ഇതെല്ലാം അതിനെക്കുറിച്ച് അതിന് പലയിടത്തും അത് ഉണ്ടാവുന്നുണ്ട്. പർ അന്യസ്ഥാനീയ വ്യഞ്ജനോങ്കി ദുനിയാമേ ചോട്ടി ഹുയി ഹേ. പക്ഷേ ഈ കുൽച്ചയും പാവ് ഭാജിക്കൊക്കെ ഇപ്പോഴൊരു സ്ഥാനമുണ്ടെങ്കിലും പക്ഷേ പഴയ പുരാതനമായ ആ ഭക്ഷണം അതൊക്കെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു. जानकार ये भी बताते हैं कि मदिरा के पेड़े और आगरे के पेड़े नमकीन में अब वह बात कहाँ रहे, यानी जो चीज़ें भेजी भी हुई है उसकी गुणवत्ता में फ़र्क पड़ा है. ആഗ്ര പേട അങ്ങനെയുള്ള ആ മധുര പലഹാരങ്ങളുടെയൊക്കെ സ്ഥാനം ഇവിടെ, അതിൻ്റെ പ്യൂരിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന്, അതിൻ്റെ ഗുണത്തിനൊക്കെ ഒരുപാട് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. फिर मौसम और ऋतुओं के अनुसार फलों खाद्यों से जो व्यंजन और पकवान बना करते थे उन्हें बनाने की फुर्सत भी अब कितने लोगों की रह गई है.
സീസണൽ ഫ്രൂട്ട്സ്, സീസണൽ വെജിറ്റബിൾസ് അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം എന്താണ്, സീസണൽ ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കുന്ന, സീസണൽ വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇപ്പോഴെത്ര പേർക്കറിയാം ഇന്നതുകൊണ്ട് ഇന്നത് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത്. അതായത് ഇപ്പോൾ മാങ്ങ കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കും, അത് പലർക്കും തന്നെ ഇപ്പോൾ അറിയില്ല എന്ന്. अब गृहिणियों या कामकाजी महिलाओं के लिए खरबूजे के बीज सुखाना, छीलना और फिर उनसे व्यंजन तैयार करना सचमुच दुस्साध्य है. കർബൂജ, മസ്മെലൺ, ആ മെലൻ്റെ വിത്ത് ഉണക്കി അതുകൊണ്ട് വിവിധ പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുണ്ടാക്കി എടുക്കുന്നതായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ അത് പ്രത്യേകിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഗൃഹിണി, അതായത് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. यानी हम पाते हैं कि एक ओर तो स्थानीय व्यंजन में कमी आई है, दूसरी ओर वही देसी विदेशी व्यंजन अपनाए जा रहे हैं. ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ പഴയതിൻ്റെ പലതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. ജിനേം ബനാനെ പക്കാനേമേ സുവിധ രഹേ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഭക്ഷണ രീതികളൊക്കെ ഉണ്ടാക്കാൻ, പ്രിപ്പയർ ചെയ്യാനൊക്കെ വളരെ ഈസിയുമാണ്. जटिल प्रक्रियाओं वाली चीज़ें तो कभी खबर व्यंजन पुस्तिकाओं के आधार पर तैयार की जाती है. പെട്ടെന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വ്യഞ്ജൻ പുസ്തകം, പാചക പുസ്തകങ്ങളിൽ, അതായത് 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കുന്ന ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെയുള്ള പ്രതിപാദിക്കുന്ന ഒരുപാട് പാചക പുസ്തകങ്ങൾ ലഭ്യമാണ്. अब शहरी जीवन में भी भागा है. അതായത് ഇപ്പോഴത്തെ നഗര സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്, സ്പീഡാണ്. उसे देखते हुए वह स्थिति स्वाभाविक लगती है. फिर कमर तोड़ महंगाई ने भी लोगों को कई चीज़ें धीरे धीरे वंचित किए हैं. जिन व्यंजनों के बिना मेवों का स्वाद नहीं आता, उन्हें बनाने पकाने के बारे में भला कौन 4 बार नहीं सोचेगा. ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിനെക്കുറിച്ച് മേവ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് പിന്നെ ഇപ്പോൾ പല ഉൽപ്പന്നങ്ങൾ അത് ഉണ്ടാക്കുന്നതിൽ അതിൻ്റെ അകത്ത് ചേർക്കേണ്ട സംഭവങ്ങൾ അതിനെക്കുറിച്ചൊന്നും പലർക്കും അറിയില്ല എന്ന്. അതിൻ്റെ അകത്ത് തനതായ രുചിക്ക് വേണ്ടി ചേർക്കേണ്ട സാധനങ്ങളെക്കുറിച്ചൊന്നും പോലും പലർക്കും അറിയില്ല എന്ന്. ഖാൻ ബാൻ കി ജോ ഏക മിശ്ര സംസ്കൃതി ബനി ഹേ. അതൊരു മിശ്ര സംസ്കാരമാണ് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതിയുടെ. ഇസ്കെ അപ്പനെ സകാരാത്മക പക്ഷ ഭി ഹേ. അതിന് കുറേ പോസിറ്റീവ് സൈഡ്സുമുണ്ട്. गृहिणियों और कामकाजी महिलाओं को अब जल्दी तैयार हो जाने वाले विविध व्यंजनों की विधियाँ उपलब्ध है. വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും പെട്ടെന്ന് അവരുടെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. നയി പീഡി കോ ദേശ് വിദേശ് കെ വ്യഞ്ജനോം കോ ജാനനെ കാ സുयोग मिला है. അതുപോലെ യുവതലമുറയ്ക്ക് രാജ്യത്തും വിദേശത്തുമൊക്കെയുള്ള പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അറിവും ലഭ്യമാണ്. भले ही किन्हीं कारणों से और किन्हीं खास रूपों में, क्योंकि यह भी एक सच्चाई है कि ये विविध व्यंजन इन्हें निकालिस रूप में उपलब्ध नहीं है. അതിൻ്റെ പ്യുവർ ഫോമിലല്ല ലഭിക്കുന്നത് എന്ന്. ഇപ്പോൾ പിന്നെ ടിൻ ഫുഡ്, ചിലപ്പോൾ മാസങ്ങളോളം ടിന്നിൽ വെച്ചിരിക്കുന്ന പിന്നെ ഫുഡ്സ്, പല ഉൽപ്പന്നങ്ങളും അത് ടിന്നിൽ നിന്നും പൊട്ടിച്ചെടുത്ത് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ 5, 6, 7, 1 കൊല്ലമൊക്കെ ടിന്നിൽ വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാവും അല്ലേ. പാലുൽപ്പന്നങ്ങൾ ഇതെല്ലാം സംസ്കരിച്ച് അതിൻ്റെ ഒറിജിനലായ രൂപത്തിലല്ല ലഭിക്കുന്നത്. സംസ്കരിച്ച് കുറേയൊക്കെ ചിലപ്പോൾ പ്യൂരിറ്റിയൊക്കെ നഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത്. आज़ादी के बाद उद्योग धंधों, नौकरियों, तबादलों का जो एक नया विस्तार हुआ, उसके कारण भी खान पान की चीज़ें किसी एक प्रदेश से दूसरे प्रदेश में पहुंची. സ്വാതന്ത്ര്യത്തിന് ശേഷം ഉദ്യോഗതന്ത്രവും ഇൻഡസ്ട്രികളും നൗക്കരിയും തബാദലും, ജോലി, അതുപോലെ ട്രാൻസ്ഫർ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്കെ കാരൺ, ഇത് കാരണം കൊണ്ട് ഭക്ഷണ രീതിയിൽ ഒരു പ്രദേശത്തെ ഭക്ഷണ രീതി മറ്റൊരു പ്രദേശത്തോട് മാറുന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ രീതിയിലുള്ള ഭക്ഷണം ലഭിക്കാൻ കേരളത്തിൻ്റെ തനതായ ഭക്ഷണ രീതിക്ക് വേണ്ടി അവർ ചിലപ്പോൾ അന്വേഷിക്കണം. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ സൗത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവരും അവരുടെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണ രീതി അന്വേഷിച്ച് പോകും. बड़े शहरों के मध्यवर्गीय स्कूलों में जब दोपहर के टिफ़िन के बक्स
टिफिन के वक्त बच्चों के टिफिन डिब्बे खुलते हैं तो उनसे विभिन्न प्रदेशों के व्यंजनों की खुशबू उड़ाती है. വലിയ വലിയ പട്ടണങ്ങളിലെ മധ്യവർഗീയ സ്കൂളുകളിൽ ഉച്ചയ്ക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സ് തുറക്കുന്ന സമയത്ത് അത് വിവിധ സ്ഥലങ്ങളിൽ, അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ കുട്ടികളുടെ വലിയ സ്കൂളുകളിൽ അവരുടെ ലഞ്ചിൻ്റെ ടൈമിൽ അവരുടെ ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ പല പ്രദേശത്തുള്ള ഭക്ഷണ രീതിയുടെ സ്മെല്ലാണ് ഉണ്ടാകുന്നത്. ഹം ഖാൻപാൻ സേ ബി ഏക് ദൂസരെ കോ ജാൻതേ ഹേ. നമുക്ക് മറ്റൊരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. इस दृष्टि से देखें तो खान पान की नई संस्कृति में हमें राष्ट्रीय एकता के लिए नए बीज भी मिल सकते हैं. बीज भली भांति सभी अंकुरित हो गए जब हम खान पान से जुड़ी हुई दूसरी चीज़ों की ओर भी ध्यान देगा. मसलन हम बोली बानी भाषा भूषा आदि को भी किसी न किसी रूप में ज़्यादा मानेगा जो किसी खान पान विशेष से जुड़ी हुई है. ഭാഷയും സംസാര ശൈലിയും എല്ലാം എന്താണ്, എല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഭക്ഷണ രീതിയും. इसी के साथ ध्यान देने की बात यह है कि स्थानीय व्यंजनों का पुनरुद्धार भी ज़रूरी है जिन्हें अब यत्नी कहकर पुकारने का चलन बढ़ा है. ഇപ്പോൾ ആ പരമ്പരാഗതമായ ഭക്ഷണ രീതി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എത്നിക് എന്ന പേരിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ऐसे स्थानीय व्यंजन केवल 5 सितारे होटल का प्रचारणार्थ नहीं छोड़ दिया जाने चाहिए. 5 സ്റ്റാർ ഹോട്ടലുകളുടെ പ്രചാരണാർത്ഥം ആ പരമ്പരാഗത ഭക്ഷണ രീതി അങ്ങനെ വിട്ട് കളയാൻ പാടില്ല എന്ന്. 5 സിതാര ഹോട്ടലോ മേ ഭി കഭി കബാർ മിൽത്തെ രഹി. അത് ഒക്കേഷണലി ആണ് അത് ലഭിക്കുന്നത്, എപ്പോഴൊന്നും ലഭിക്കുന്നത് ഒക്കേഷണലി അവർക്ക് അവിടെ പഴയ സംസ്കാരത്തിൻ്റെ ഭക്ഷണ രീതിയും എല്ലാം ലഭിക്കുന്നു. पर घरों बाजारों से गायब हो जाए तो एक दुर्भाग्य ही होगा. അങ്ങനെയുള്ള ആ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ചേമ്പ് ചേന അങ്ങനെയുള്ള ആ ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് പോലും ഇപ്പോൾ എന്താണ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. अच्छी तरह बनाई पकाई गई पूड़ियाँ कचौड़ियाँ जलेबियाँ भी अब बाजार में गायब हो रही है. നല്ല വൃത്തിയോടുകൂടി ഉണ്ടാക്കിയ, നല്ല രീതിയിൽ ഉണ്ടാക്കിയ, നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയ പൂടി കച്ചൗടിയും ജലേബിയും എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മൗസം സബ്ജിയോം സേ ബരേ ഹുയെ സമോസ ബി അബ് കഹാ മിൽത്തെ ഹേ. മൗസം സബ്ജി സീസണൽ ലഭിക്കുന്ന വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സമൂസയ്ക്ക് പോലും ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഉത്തർ ഭാരത് മേ ഉപലബ്ധ വ്യഞ്ജനോ കോ ഭി ദുർഗതി ഹോ രഹി ഹേ. ഉത്തർ ഭാരതത്തിൽ നിന്ന് ലഭിക്കുന്ന ആ പിന്നെ വ്യഞ്ജനങ്ങൾ അതുപോലെ ഇപ്പോൾ ദുർലഭമാണ്. अजरज नहीं कि पहले उत्तर भारत में जो चीज़ें गली मोहल्लों की दुकानें में आम हुआ करती थी उन्हें अब खास दुकानों में तलाश जाता है. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഉത്തര ഭാരതത്തിൽ ഗലി തെരുവുകളിലും മുഹല്ലകളിൽ നിന്നെല്ലാം കടകളിൽ നിന്ന് ലഭിച്ചിരുന്ന സാധാരണയായിട്ടുള്ള ആ സാധനങ്ങൾ, സാധാരണക്കാരുടെ വിഭവങ്ങൾ, അതിപ്പോൾ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഷോപ്സിലൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്. അതായത് എന്താണ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അന്വേഷിക്കുന്നു. യഹുബി യഹ് കഡ്വ സച്ചിഹേക്കി. അപ്പോൾ സാധാരണ തെരുവോരങ്ങളിൽ വെച്ച് വിറ്റുകൊണ്ടിരുന്ന ആ സാധനങ്ങൾ അത് ലഭ്യമാകുന്നില്ല എന്ന്. അതൊരു വളരെ കൈപ്പേറിയ ഒരു സത്യം തന്നെയാണ്. കൈ സ്ഥാനീയ വ്യഞ്ജനോങ്കോ ഹംനെ തഥാഗതി ആധുനികതാക്കെ ചലത്തെ ചോട് ദിയാ ഹേ. നമ്മൾ മോഡേണിറ്റി എന്ന് പറഞ്ഞിട്ട് പല ഈ ചീരകൾ പറമ്പിൽ നിന്ന് ലഭിക്കുന്ന തഴുതാമ അങ്ങനെയുള്ള പല ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വേലിച്ചീര എന്ന് പറയും, ആ വേലിച്ചീര അങ്ങനെയുള്ളതെല്ലാം ഇപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല. അതെല്ലാം പിന്നെ അതിൻ്റെയൊക്കെ അതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷിച്ച ആൾക്കാർ ചിലപ്പോൾ പിന്നെ സൂപ്പർ മാളുകളിലൊക്കെ പിന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെയാണ് അതിനെ അന്വേഷിച്ചെത്തുന്നത് എന്ന്. ചെറിയ കുഞ്ഞു കടകളിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ജോ സ്വാദ് സ്വാസ്ഥ്യ और सरसता के मामले में हमारे बहुत अनुकूल नहीं है. പക്ഷേ ഇപ്പോൾ ഈ അല്ലാതെ ലഭിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും നമ്മുടെ ആരോഗ്യത്തിനും അത് നല്ല അനുകൂലമായ സാധനങ്ങൾ അല്ല. हो यह भी रहा है कि खान पान की मिश्रित संस्कृति में हमें कई बार चीज़ों की असली और अलग स्वाद नहीं ले पा रहे हैं. अक्सर प्रदीपों और पार्टियों में एक साथ ढेरों चीज़ें रख दी जाती है और उनका स्वाद घटमट होता रहता है. ഈ ഭക്ഷണ രീതിയുടെ മിശ്രിത സംസ്കാരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു
പാർട്ടി നടക്കുമ്പോൾ, ബുഫേ പാർട്ടി ആണെങ്കിൽ എങ്ങനെയാണ്, പലതായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഒന്നൊന്നിനോട് ചേരാത്ത ഭക്ഷണ സാധനങ്ങൾ, അതായത് പരസ്പരം പൂരകമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പാർട്ടികളിലെല്ലാം ആ ഒരു രീതിയിലുള്ള ഭക്ഷണ സംസ്കാരം ആണ് ഉള്ളത്. അത് നമ്മുടെ ശരീരത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശവുമാണ്. അത് മാത്രമല്ല, ഏക സാത്ത് ഡേരോൺ ചീസരയ്ക്ക് ഒരൊറ്റ സമയത്ത് ഒരു പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരു പ്ലേറ്റിൽ തന്നെ ചിലപ്പോൾ 6, 7, 8 തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ കഴിക്കുന്നത് പോലും ആരോഗ്യത്തിന് വളരെ മോശമാണെന്ന്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സ്വാദ് തമ്മിൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ കൂട്ടി കൊഴിഞ്ഞ് എന്താണ് ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കില്ല. गान बान के मिश्र दिया विविध संस्कृति हमें कुछ चीज़ें चुनने का अवसर देती है. നമുക്ക് കുറച്ച് സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്ന്. ഹം ഉൻകാ ലാഭ പ്രയഹ നഹി ഉടാ രഹേ ഹേ. ഹം അക്സർ एक ही प्लेट में कई तरह के और कई बार तो बिल्कुल विपरीत प्रकृति वाले व्यंजन परसा लेना चाहते हैं. അപ്പോൾ നമ്മൾ ആ ഇതിലെടുക്കുമ്പോൾ, ആ ബുഫേ പാർട്ടിയിലൊക്കെ എടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള ഒന്നൊന്നിനോട് ചേരാത്തതൊക്കെ എടുത്ത് അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വളരെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. इसलिए गानबान की जो मिश्रित विविध संस्कृति बनी है और लगा ही रहा है कि यही और अधिक विकसित होने वाली है, उसे तरह तरह से झांकते रहना जरूरी है. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വിവിധ മിശ്ര സംസ്കൃതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ട് ഉണ്ട്. ഇസി തര ജാൻസി രഹന സരൂരി, അതിനെക്കുറിച്ച് എപ്പോഴും നമ്മളൊരു കെയർഫുൾ ആയിരിക്കേണ്ടതായിട്ടും ഉണ്ട് എന്ന്. ഭക്ഷണ രീതിയെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങളെക്കുറിച്ച്, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് അതിന് യൂസ് ചെയ്യുന്ന ഓയിൽസിനെ കുറിച്ച്, അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ആണ്. വിവിധ മാരക രോഗങ്ങൾ ഉണ്ടാകാനൊക്കെ കാരണമായി തീരുന്ന ഭക്ഷണ രീതിയെ ഒഴിവാക്കി നമ്മുടെ ശരീരത്തിന് ഉതകുന്ന നമ്മൾ തനതായ ഭക്ഷണ രീതിയിലോട്ട് തിരിച്ചു പോവുക എന്നാണ് നമ്മൾ ഈ ലേഖനത്തിൽ പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, I think you all are understood this chapter. Then in this chapter one activity is there, Dvandva Samas. I think you already done this topic. Chapter 2 we discussed Dvandva Samas. എന്താണ് ദ്വന്ദ്വ സമാസ്? ദ്വന്ദ്വ സമാസ്, ദ്വന്ദ്വ समास. खान पान शब्द खान और पान दो शब्दों को जोड़कर बना है. ऑल ऑफ यू टेक पेज नंबर 107. पेज नंबर 107 एक्टिविटी ആണ്. पेज 107. भाषा की बात एक्टिविटी 1. भाषा की बात एक्टिविटी 1. द्वंद्व भाषा की बात एक्सरसाइज नंबर 1. खान पान शब्द खान और पान दो शब्दों को जोड़कर बना है. ഖാൻ പാൻ എന്ന 2 വാക്കുകൾ കൊണ്ടുണ്ടാക്കിയതാണ് ഖാൻ പാൻ എന്ന വേർഡ്. ഖാൻ പാൻ ശബ്ദമേ ഔർ ചിപാ ഹുവാ ഹെ, അതിൽ ഔർ ഒളിച്ചിരിക്കുകയാണെന്ന്. ഖാൻ പാൻ 2 വേർഡിനും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ജിൻ ശബ്ദോं के योग में और अथवा या जिसे योजक शब्द छिपे हैं उन्हें द्वंद्व समास कहते हैं. जिन शब्दों के योग में और अथवा या, और अथवा या, और अथवा या ഈ വാക്കുകൾ ഒളിച്ചിരിക്കുന്ന വേർഡ് അതിനെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് വേർഡും സെക്കൻഡ് വേർഡിന് ഈക്വൽ ഇതാണുള്ളത്, തുല്യ പ്രാധാന്യമാണ്. नीचे द्वंद्व समास के कुछ उदाहरण दिए गए हैं, इनका वाक्य में प्रयोग कीजिए और अर्थ समझिए. അവിടെ താഴെ തന്നിട്ടുണ്ട് കുറച്ച് വേർഡ്. ഭല ബുര, നല്ലതും ചീത്തയും. കഹ സുനി, പറയുക കേൾക്കുക, തുല്യ പ്രാധാന്യമല്ലേ. ചലന ഭിർന, നടക്കുക ഇഴയുക. ലംബ ചൗട, നീളമുള്ളത് വണ്ണമുള്ളത്.
അപ്പോൾ അത് ഇത് സെൻटेൻസ് മേക്കിംഗ് ആണ്. हर लड़की को सीना फिरौना आना चाहिए. मोहन ने कक्षा में झगड़ा होने पर मुझे भला बुरा कहा. रीढ़ की हड्डी पर चोट लगा जाने के कारण स्नेहा को चलना फिरना मना है. मैंने जंगल में एक लंबा चौड़ा वटवृक्ष देखा. सास बहू की कहा सुनी होने तो आम बात है. राम लक्ष्मण और सीता वनवास में घास फूस की चौपड़ियों में रहा. അതായത് പുല്ലും പിന്നെ കമ്പുമൊക്കെയുള്ള ഘാസ് ഫൂസ് എന്ന് വെച്ചാൽ പുല്ലും പിന്നെ കമ്പുമുള്ള കുടിലിലാണ് രാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിന് പോയപ്പോൾ ലഭിച്ചത്. അപ്പോൾ ആ രണ്ട് വേർഡും തുല്യ പ്രാധാന്യമാണ് ആ രണ്ട് വേർഡ്സിൽ തന്നിരിക്കുന്നത്. സാസ് ബഹുക്കി കഹാസുനി, അതായത് തമ്മിലുള്ള പറച്ചിൽ, പിന്നെ മദറിലൂടെയും ഡോട്ടറിലൂടെയും അവരുടെ സംസാരം എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യം തന്നെയാണ്. മേന ജംഗൽ മേക്ക് ലംബ ചോട വടവൃക്ഷതേക്ക, ഞാൻ കാട്ടിൽ ഒരു വലിയ പൊക്കവുമുള്ള വണ്ണമുള്ളൊരു വടവൃക്ഷം കണ്ടു. रीढ़ की हड्डी पर चोट लगा जाने के कारण स्नेहा का चलना फिरना मना है. കാലിൻ്റെ അസ്ഥി പൊട്ടിയത് കൊണ്ട് സ്നേഹയ്ക്ക് നടക്കുന്നത് ഓടുന്നതൊക്കെ എന്താണ് മനാഹെ, അതിനെ നിരോധിച്ചിരിക്കുകയാണ്. മോഹൻ കെ കക്ഷാ മേ झगड़ा होने पर मुझे भला बुरा कहा. ക്ലാസ്സിൽ ബഹളം വെച്ചതിന് മോഹൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഭലാപുരാമൻ ചീത്ത പറയുക. ഹർ ലഡ്കിക്കോ സീനെ ഫിരോന ആനാ ചാഹിയെ, എല്ലാ പെൺകുട്ടികൾക്കും ഒരു പിന്നെന്താണ് അവർക്ക് സീന ഫിറോന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ തരുന്നതാണ്. സോ ഓൾ ഓഫ് യു റീഡ് ദ ചാപ്റ്റർ വെരി കെയർഫുള്ളി. ഐ തിങ്ക് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ് ദ ചാപ്റ്റർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. ഓക്കെ, താങ്ക് യു.